ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുറം ഭാഗം നല്ല മൊരുമൊരാന്നിരിക്കുന്ന ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉഴുന്ന് വെച്ചിട്ടുള്ള ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഈ ഒരു ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് അളവിൽ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം 3 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് ഗ്രൈൻഡറിൽ ഇട്ട് അരയ്ക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ മിക്സി ഉപയോഗിച്ചിട്ടും അരയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. വലിയ ജാറിൽ നമ്മൾ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളത്തിൻ്റെ അളവാണ്. നമ്മൾ ആദ്യമേ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാനായിട്ട് പാടില്ല. ആദ്യം നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലൊരു 3 സ്പൂൺ അളവിൽ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള മാവായിട്ട് വേണം ഒന്ന് അരഞ്ഞ് കിട്ടാനായിട്ട്. ഇപ്പം നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറിയ തരികളോട് കൂടിയിട്ടാണ് ഉഴുന്ന് അരഞ്ഞ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വീണ്ടും ഒരു 3 സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്ന് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ കുറേശ്ശെ വേണം വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതിൽ ഒരു 3 സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും വെള്ളം ചേർത്ത് അരച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് മാവിൽ നല്ലതുപോലെ തന്നെ വ്യത്യാസം അറിയാനായിട്ട് പറ്റും. മാവിൻ്റെ കളറൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് വെള്ള കളറിലോട്ട് മാറി നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താൽ മാത്രമേ നമുക്ക് പുറം ഭാഗം നല്ല മുരുമുരാന്നും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ബോൾ രൂപത്തിൽ ഇത് താഴേക്കൊന്ന് വീഴണം. ഈ ഒരു പരുവത്തിൽ വേണമെന്ന് അരച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ബോണ്ട ആ ഒരു ഷേപ്പിലൊന്ന് വരില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണമെന്ന് അരച്ച് എടുക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഉഴുന്ന് നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എല്ലാ ഉഴുന്നും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയാണ്. അതും ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ വെജിറ്റബിൾസിനും അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുള്ള ഉഴുന്നിനൊക്കെ അനുസരിച്ചിട്ട് വേണം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ വീണ്ടും കൈ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് ബോണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു 5 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് പുറം ഭാഗം മുരുമുരാന്നും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോണ്ട കിട്ടും. നമ്മൾ ഇതിലേക്ക് സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് ബോണ്ട കിട്ടിക്കോളും. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ ഇത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കളറായി കിട്ടും. ഉൾഭാഗം ഒട്ടും തന്നെ വേകാതെ വരും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ബോണ്ട ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കയ്യിൽ ഒരല്പം വെള്ളം നനച്ചതിന് ശേഷം മാവ് നമുക്ക് എണ്ണയിലേക്ക് കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് കോരി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ ഈസി ആയിട്ട് എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും.
ആവശ്യത്തിനുള്ള ബോണ്ടയ്ക്കുള്ള മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തപ്പോൾ ഉള്ള ആ ഒരു എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു വരും. ആ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവിലും ഒന്ന് ബോണ്ട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും ഉഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ തയ്യാറാക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.